നമ്മുടെ വയലാർജിയുടെ മകൻ. അദ്ദേഹം എന്തായാലും അച്ഛൻ്റെ ആ പ്രതിഭ എല്ലാം കിട്ടിയെന്ന് പറയാനൊക്കെ ഇല്ലെങ്കിലും വളരെയധികം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. എങ്ങനെ നമുക്ക് മറക്കുവാൻ കഴിയും വയലാർജിയെ? ഒരിക്കലും മറക്കാനൊക്കില്ല. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ആദിപരാശക്തിയെ പറ്റി ഒരു ക്ലാസിക്കൽ കൃതി എഴുതിയിട്ടുണ്ട്. അത് ഗോപാലൻ നരിയേട്ടനാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്, ഓർമ്മയുണ്ടോ? ആദിപരാശക്തി അംബര തേജസ്വിനി നാദ ബ്രഹ്മ ബീജാക്ഷര രൂപിണി. നാദബ്രഹ്മ ബീജാക്ഷര രൂപിണി. നാദതരംഗിത ഹൃദയ സരോവര തീര നികുഞ്ചവാസിനി കരധൃത വല്ലകി ലളിത ഗാനാമൃത സുര കല്ലോലിനി കളഹംസലാളിനി പ്രസീത ദേവി മംഗളദായിനി പ്രപഞ്ച സൃഷ്ടി സ്ഥിതിലേഖകാരിണി പ്രസീത ദേവി പ്രഭാവതി കലാവതി സരസ്വതി ആദിപരാശക്തി. എന്തൊരു സാഹിത്യമാണ്! അതായത് ആദിപരാശക്തിയെ നമ്മളൊരു ക്യാൻവാസ് എങ്ങനെ ആ ചിത്രം കാണുന്നു എന്നുള്ളത് നമ്മളെ നേരിട്ട് ഈ വാക്കുകളിൽ കൂടി കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു ആളുടെ മകനാണ് ശരത്ചന്ദ്രവർമ്മ.